എന്താ ചേച്ചി നെഞ്ചത്ത് റീത്തുമായിട്ട് വന്നിരിക്കുകയാണോ? 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാനി സത്യനും വിച്ചു ബ്ലോഗ്സും എല്ലാവരും കൂടെ എനിക്ക് റീത്ത് വെച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അഡ്വാൻസ് ആയിട്ട് വെച്ചാണോ ചേച്ചി? ഓ എൻ്റെ പൊന്ന അതുലേ, ഞാനിപ്പോൾ അതുൽ ബ്ലോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇരിക്കും. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. ആ നാറി എന്നെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്താൽ സംസാരിക്കുന്നത്. നാളെ കെട്ട നാറി, നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിനക്കൊരു പണിയില്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, എന്തായാലും രേണുവിനെ ഇഷ്ടപ്പെടാത്തവർ, എനിക്കൊന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം. അതുലിൻ്റെ വീഡിയോ ഞാൻ സ്ഥിരം കാണുന്നൊരു ഡയലോഗ്, രേണുവിനെ ഇഷ്ടപ്പെടാത്തവരൊന്ന് ലൈക്ക് അടിക്കൂ. ഓക്കെ, പിന്നെ പോരാത്തതിൻ്റെ ഹൈപ്പും കൂടെ കൊടുത്തു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഹനാൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. ഇവരെനിക്കിട്ടൊന്ന് ട്രോൾ ചെയ്യപ്പം ഞാൻ ഹനാൻ്റെ അവർക്കിട്ട് ആദ്യം മറുപടി കൊടുക്കുമെന്ന് പറയും. ഇപ്പം ഹനാൻ്റെ മറുപടിയും കാര്യങ്ങളുമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണു തന്നെ പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ ഒന്ന് കിടക്കാം. വേണ്ട, അതിലോട്ട് ഞാൻ പോകുന്നില്ല, വെറുതെ വെറുപ്പിക്കുന്നില്ല. ഇപ്പോൾ ചേച്ചിയുടെ പുതിയ ആൽബം റിലീസായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലൈവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ലവന്റെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം. കൊള്ള നാറിയുടെ ദിവ്യമായിട്ട് അങ്ങനെ ആവത്തില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചു വന്ന രമണ? എടാ വത്സ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലായി, ദിവ്യ ഗർഭമൊന്നും അല്ലല്ലോ എന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരാൾ കാണത്തില്ലേ? നാറി ഇപ്പൊ കണ്ടോണം. നീ ഉരുണ്ട് പറയുമ്പോ എനിക്ക് മിക്കവാറും ആനാൻ അതും കൂടി പൊട്ടിക്കും. അതോടെ മൂഞ്ചി. അത് സത്യം കേട്ടോ. ഹനാൻ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു ടൈപ്പാണ്. പുള്ളിക്കാരി ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ദൈവമേ, ഞാൻ വിചാരിച്ചു അതിന് ഉത്തരവാദി നമ്മൾ ആരെങ്കിലും ആണെന്ന്. അങ്ങനെയൊക്കെ നീ വിളിച്ചു പറയും. വായ്പോതി കോതയ്ക്ക് മട്ടാണല്ലോ അതിന്റെ ശീലം. അതുകൊണ്ട് പേടിച്ചത് അതിന് ഉത്തരവാദി. ഞാൻ പെട്ടെന്നൊരു ദൈവമേ, ദാരിദ്ര്യത്തിന്റെ പേരായിട്ട് വിളിച്ചു പറയും. ദൈവമേ കള്ളനാറി. ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. നീ പലതും ആലോചിക്കും. അവക്ക് ആ പടം അറിയാവുന്ന എൻ്റെ നിന്റെ പേര് മാത്രമേ ഉള്ളൂ. കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നത് ഞാൻ നീ മാത്രമേ ഉള്ളായിരുന്നു. ഇനി അതും കൂടെ തലയിലായുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വെറ്റയുടെയൊക്കെ ഗർഭം. അതെന്താടാ അങ്ങനൊരു ടോക്ക്? രേണു എൻ്റെ പേര് പറഞ്ഞതും സോറി പറഞ്ഞതൊന്നും അണ്ണൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും നൈസായിട്ടൊന്ന് വിളിക്കാനാ. വിളിയാണോ വളയാണോ എന്ന് ആർക്കറിയാം. എന്താണ് അത് ബ്ലോഗ്സ്? താൻ ഇത്ര ചീപ്പായി വരികയാണോ? അസൂയായിരിക്കും നിനക്ക്. അതിന്റെ നല്ല രീതി അറിയാനുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? നിന്നോട് സോറി ഒക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് എനിക്ക് എന്തോ എവിടെ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്തത്. എന്തുവാ ഇത് നടക്കും? എടാ, അവക്ക് എന്റെ മഞ്ഞക്കണ്ണാടി കണ്ട് ഇഷ്ടപ്പെട്ടതാടേ. മഞ്ഞക്കണ്ണാടി എന്തേ? എന്റെ മഞ്ഞക്കണ്ണാടി കണ്ട് ഇഷ്ടപ്പെട്ടതാ. എന്തേ? എല്ലാരും വിചാരിക്കും ഇതൊക്കെ വെച്ചോളെ. ഇത് എന്റെ പൊന്നു ഗൈസ്, കണ്ണിന് ചെറിയൊക്കെ കുഴപ്പമുണ്ട്. രാത്രി എനിക്ക് മഞ്ഞക്കണ്ണാടി വെക്കണം. ഉള്ള കാര്യം തുറന്നു പറയാം. രാവിലെ അല്ലാത്തതും വെക്കണം. ഇതാണ് എൻ്റെ അപ്പോഴത്തെ അവസ്ഥ. കണ്ണിന് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ അത് വേണമെങ്കിൽ തമ്പലേനാക്കും. ഞാനിവിടെ മഞ്ഞക്കണ്ണാടി കണ്ടിട്ടാണ് രേണുസുതി ഇഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ അടിച്ചിറക്കുന്ന ടീമായിരിക്കുന്നത്. എനിക്കറിയാൻ പറ്റില്ല. അവൾ എന്നെ തൊപ്പി വെച്ചിരിക്കുന്ന ഡാനി സത്യനാണെന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, രേണുസുതി നേരത്തെ ഒന്നും നമ്മുടെ കോണ്ടന്റും കാര്യങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. ഈ പറയുന്ന സജനയും പിന്നെ അവരുടെ ശ്രീതു ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരങ്ങനെ നോക്കാറ് പോലുമില്ല. എനിക്ക് തോന്നുന്നു സജനയും ഇവരാരൊന്നും, ചേച്ചിയും ഈ ശ്രീതു ഒന്നും അങ്ങനെ വലിയതായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറയുന്ന രേണുസുതി തന്നെയായിരിക്കും സ്വന്തമായിട്ടിരുന്ന് കാണുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വെപ്രാളമാണ് പുള്ളിക്കാരി തീർക്കുന്നത് നമ്മളോട്. നീ ആവശ്യമില്ലാത്തൊന്നും പറയില്ല. എൻ്റെ നിൻ്റെ പേര് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ചിലപ്പോൾ നിന്റെ പറഞ്ഞ് അവർ വെറുത്ത് കാണും. അതുകൊണ്ടായിരിക്കും അവിടെ എൻ്റെ അടുത്ത് എടുത്തത്. നിനക്ക് ഒരു തേങ്ങ അറിയത്തില്ല. നീ ഇവിടെ ഒന്നുമല്ല ജീവിക്കുന്നത്. നീ ആഫ്രിക്കയിലാണ് ജീവിക്കുന്നത്. വലിയ വലിയ വനാന്തരങ്ങളിൽ, വലിയ വലിയ കാട്ടിൽ. കാട്ടിലാ? നീ എന്തോ പറയാൻ വന്ന് പറയടാ. ഇവൻ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നുണ്ട്. ആ പാവ സ്ത്രീയെ കുറിച്ച് അങ്ങനെ നീ കമ്പയർ ചെയ്യണ്ടായിരുന്നു. അതിനെതിരെ കേസ് കൊടുക്കണം ചെയ്യണു. ഒരു കഥയിലോട്ടൊക്കെ വേണം. അപ്പൊ നിനക്കൊന്നും അറിയത്തില്ല, ആരും അറിയത്തില്ല. പക്ഷെ എല്ലാവരുടെ വീഡിയോ കാണും. പക്ഷെ നിനക്ക് ആരും അറിയത്തില്ല. അയ്യോ, ഡാനിസത്തിന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതെന്തുവാ എടുത്തെടുത്ത് പറയാതാടാ ചേട്ടെ. ഡാനിയുടെ അച്ഛൻ്റെ അച്ചാറ് വെച്ചിട്ട് പോടാ. അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നത്. 2 ദിവസം വിളിച്ചില്ലെന്ന് വെച്ചിട്ട്
2 ദിവസം വിളിച്ച 2 ദിവസം വിളിക്കാത്തതിന്റെ കാരണങ്ങളൊക്കെ ഞാനിവിടെ വിളംബരം ചെയ്യുന്നില്ല. 7up കുപ്പിയെ കളനായെ. എടാ ശരി, എന്റെ പേര് പറയാൻ രേണുസുതിയെങ്കിലും ഉണ്ട്. നിന്റെ പേര് പറയാൻ ഇവിടെ ആരുണ്ട്? അതുൽ വ്ളോഗ്സിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേ, ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇവന് പെണ്ണ് പോലും കിട്ടത്തില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ പേര് രേണുസുതിയെങ്കിലും പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ അതും ഇല്ല. പോശു പോശു അതാണ് പറഞ്ഞത്, സ്കൂളിന്റെ ഒരാളുടെ നീ കണ്ടിട്ടില്ലെന്ന്. എന്റെ എല്ലാ കൂടുതലും ബിജു ചേട്ടൻ എന്ന് പറയേണ്ടത് ബിജു ചേട്ടനാണ്. കഷ്ടം. നിനക്ക് നിന്നെ തന്നെ അറിയത്തില്ല, പിന്നെയാണ് ബാക്കിയുള്ളവരറിയാം. നീ എന്തോ നീ വലിയ സെലിബ്രിറ്റി അല്ലേ? എലി വരട്ടി സ്വന്തം ഭർത്താവ് ചത്തന്റെ പേരില് എലി വരട്ടി രേണുവിന് പുതിയ പേര് കിട്ടി, എലി വരട്ടി. പക്ഷെ എന്തൊക്കെ വന്നാലും ദാസേട്ടൻ കോഴിക്കോടിന്റെ കുക്കുംബർ ദാസ് എന്ന് മതി കേട്ടോ, അത് മാറ്റല്ലേ. എലി വരട്ടി, അയ്യോ എന്തൊക്കെ കാണണം കേൾക്കണം. എലി വരട്ടി ആഘോഷമാക്കി മാറ്റിയ ഒരു അവസാനത്തെ നിന്നോട് സോറി പറഞ്ഞടാ. എൻ്റെ സ്റ്റൈൽ, എൻ്റെ ബോഡി, എൻ്റെ സ്കിൻ എല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മഞ്ഞ കണ്ണാടി, നീ ഇങ്ങനെ വായിക്കാത്ത ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളടാ. എന്താണ് നിനക്കില്ലാത്തത് എനിക്ക് തണ്ടേണം. അത് പക്ഷെ എന്താ ചെയ്യാനാണ് പറ. ഞാനൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കില്ല രാമനാരായണ. രാമൻകുട്ടി ബൈബിൾ അടുപ്പിക്കരുത്. ആരടാ നമ്മുടെ രണ്ടുവിനെ ശവം എന്ന് വിളിച്ച? ജീവിച്ചിരിക്കുന്ന ശവം എന്നല്ലേ? ജീവിച്ചിരിക്കുന്ന ശവോ? എടാ ഇവരെന്തുവാ പറയുന്നത് പോലും ഇവർക്ക് പോലും ഒരു പിടുത്തമില്ലടേ. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? ഇതൊക്കെ ആകെപ്പാട് ഇപ്പൊ വന്നു. ഈ പെണ്ണുമ്പോൾ എന്റെ പേര് പറഞ്ഞ് എനിക്കിപ്പോ നാണക്കേടായി. ഉള്ള കാര്യം പറയാന് ജീവിച്ചിരിക്കുന്ന അങ്ങനെയല്ല. ആരാടെ ശവം എന്നൊക്കെ വിളിച്ച? മോശമായിപ്പോയി, എന്തായാലും മോശമായിപ്പോയി. അല്ലിപ്പോ ആഗ്രഹം പറഞ്ഞതായിരിക്കും. അല്ല അല്ല, നീ എന്തിനും ഇങ്ങനെ ചടിച്ചു പിടിച്ച് വേറൊക്കെ കാണിക്കുന്ന കൊച്ചു കേളി പുതിയ അജ്ഞാനം കാണിച്ചിരിക്കും. അരിഞ്ഞാണോ? പോലീസ് നോട്ട് ചെയ്യണം കേട്ടോ. രേണുസുതിയുടെ അരിഞ്ഞാണത്തെ കുറിച്ചാണ് അതുൽ വ്ളോഗ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് സെക്ഷൻ എന്തോ 316 246 ചോക്കോ ബാർ നിയമപരമായിട്ട് കേസെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, റീത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചി കണ്ടില്ലേ, പുതിയ റീത്തൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, അവിടെ ചോക്കോ ബാർ, ബാക്കി കേൾക്കാം. എടാ ഈ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതുൽ വ്ളോഗ്സ് ഫേക്ക് അക്കൗണ്ടിൽ കൂടെ രേണുവിന്റെ മെമ്പർഷിപ്പ് എടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് സ്വന്തം ഐഡി കൂടെ ആകുമ്പോൾ വിഷയമാണല്ലോ. നമ്മളെപ്പോലെ ഈ പറയുന്ന ഗട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലോ, സ്വന്തം ഐഡി കൂടെ എടുത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമെന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ള ധൈര്യമൊന്നും അതുലിനില്ല. അവരിങ്ങനെ ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എന്തായാലും ഉടനെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചവാക്കാം. നല്ലതാണ്. ഉടനെ ഉണ്ടാവോ? പൊതുദർശനത്തിനോ? നിന്നെ അന്യാര് മാപ്പാപ്പയാ പൊതുദർശനം? ഉമ്മൻചാണ്ടി പോരെ പൊതുദർശനത്തിൽ വെക്കാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞത്? ഓക്കെ, അവന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ എല്ലാവരും എന്നെ മെൻഷൻ ചെയ്തിട്ട് കമന്റ് ഇടുകയാണ്. വഴി കൂടെ പോകുന്ന എന്നെ എന്തിനാടാ നാറി പിടിച്ചിടുന്നത്? ഇവളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നിനക്കൊരു നാണവമാനം ഇല്ലേ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് പോവുകയാണ്. എല്ലാത്തിനും കാരണം നീ ഒരുത്തന. നീ എന്ന് കോട്ടയം പോലീസ് സ്റ്റേഷനിൽ കയറാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം എൻ്റെയും. എടാ ഇവറ്റകളൊക്കെ എൻ്റെ പേര് പറയുന്നത് എനിക്കിപ്പോൾ ഇതോ പോലെ. നാട്ടുകാർ പറയൂ നിനക്കൊക്കെ പൊള്ളുന്നുണ്ട്, എല്ലാ ദിവസവും അവിടെ പേര് പറഞ്ഞ് നീയൊക്കെ അനുഭവിക്കണമെന്നായിരിക്കും. ഇവിടെ പേര് പറഞ്ഞ എനിക്ക് വിഷയങ്ങളും കാര്യങ്ങളൊന്നുമല്ല. റോഡിൽ കിടന്ന് പട്ടി പറിക്കുന്ന എനിക്ക് എന്തായാലും മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, എന്തായാലും കാണുമ്പോൾ ഇപ്പം ചെയ്യ വരികയാണ് ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കിഴങ്ങനെ ഉള്ള മറുപടിയും കൂടെ വന്നിട്ടേ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.